നമ്മളൊന്നും അത്ര സെലിബ്രിറ്റീസ് അല്ല. നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് കളിയാക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവക്കൊക്കെ എന്തിൻ്റെ കേടാണ്, നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് പറയാൻ ഡയറക്റ്റായിട്ട് എനിക്കൊന്നും പറയട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനുള്ളതൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ. എന്തിനാ ഡിപ്രഷൻ അടിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഹേ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ട്, അപ്പോൾ ഞാൻ കരുതി ടെറസിൻ്റെ മുകളിൽ വന്ന് വീഡിയോ എടുക്കാമെന്ന്. എനിക്കൊരു വൈബ്, കാണുന്ന നിങ്ങൾക്കൊരു വൈബ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷമൊക്കെ? ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 കമൻറ്റൊക്കെ വന്നിരുന്നു. കുറേ കമൻറ്റൊന്നും വന്നിട്ടില്ല, കാരണം അത്ര റീച്ച് ആയിട്ടില്ലല്ലോ. എന്നാലും എനിക്ക് സന്തോഷം കേട്ടോ, കാരണം ആ ഒരു 1-2 കമൻറ്റ് ആണെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കളിയാക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താ ഇവിടെ കാണിക്കുന്നത്, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങളൊന്നും വീഡിയോയിൽ കൂട്ടല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം കേട്ടോ. നമ്മൾ അത്ര ആഗ്രഹിച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. തുടക്കത്തിലൊന്നും നമുക്കത്ര റീച്ച് ആവില്ല, കാരണം നമ്മളൊന്നും അത്ര സെലിബ്രിറ്റീസ് അല്ല. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങുന്നവർ കുറച്ച് ടൈമൊക്കെ എടുക്കും ഒന്ന് സെറ്റാവാൻ. പക്ഷെ അത് ബാക്കിയുള്ളവരെ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് കളിയാക്കിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ. ഇനിയിപ്പോൾ എത്ര കളിയാക്കൽ വന്നാലും ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ലല്ലോ, കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തും. എത്താതെ വേറെ വഴിയില്ലല്ലോ അല്ലേ, എത്തിക്കും ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തായാലും എത്തും. എല്ലാവരും ഞാനിപ്പോൾ ഞാൻ ഇന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്വന്തം റിലേറ്റീവ്സ് ആയാലും ശരി, സ്വന്തം ഫാമിലി എന്നായാലും ശരി, എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇവക്കൊക്കെ എന്തിൻ്റെ കേടാണ്, നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്, എന്താണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടുന്ന് അപ്പോഴും ഞാൻ കരുതിയത് കളിയാക്കിക്കോട്ടെ, കളിയാക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ എനർജി കിട്ടുക. പക്ഷെ ഒരു ടൈമിൽ ഞാൻ നല്ലോണം തളർന്നിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഫീലൊക്കെ ആയിട്ടോ, കാരണം എന്നെ വല്ലാണ്ട് കളിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ഞാൻ കരുതി, ഒരു കളിയാക്കുമ്പോൾ ഞാൻ നിർത്തിയത് എനിക്കല്ലേ പോയത്, അവർക്കല്ലല്ലോ. കാരണം അവർക്ക് എന്തായാലും ഇവിടെ വരെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ യൂട്യൂബ് ക്രൈറ്റീരിയ മൊത്തം ക്ലിയറായി, എനിക്ക് എമൗണ്ട് കയറാൻ തുടങ്ങി. സോ അത് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയെങ്കിൽ പോലും ആ കാട്ടിക്കൂട്ടിയത് കൊണ്ടാണല്ലോ എനിക്കത് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പം ഞാൻ കരുതി ഇനി എനിക്ക് മുന്നോട്ട് തന്നെ പോകണം, മുന്നോട്ട് പോകാൻ തന്നെ കരുതിയിട്ടാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ എത്രത്തോളം കളിയാക്കലുണ്ടെങ്കിലും അതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ച് എൻ്റെ കൂടെ നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് പറ്റും, നീ ചെയ്യുന്നു പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ ഹസ്ബൻഡാണ്, പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഫോണ്, പിന്നെ അതുപോലെ മൈക്ക്, ട്രൈപോഡ്, അങ്ങനെ എല്ലാം ചെയ്തു തരും കേട്ടോ. എന്നോട് പറയുന്നത് നിനക്ക് പറ്റും, നീ ഇവിടെ വരെ എത്തിയില്ല, നിന്നോട് പറ്റും, നീ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ്. അതുകൊണ്ടാട്ടോ ഞാൻ ഒന്നാമത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഓന് ഭയങ്കര സപ്പോർട്ടാണോ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാട്ടോ. ഓരോ നീ ചെയ്യുന്ന നല്ല രസമുണ്ട്, നീ ചെയ്യുന്ന എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ, കളിയാക്കാറില്ല കേട്ടോ അല്ല. പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടമാട്ടോ. പിന്നെ എൻ്റെ നെയ്ബേഴ്സിനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലിയിൽ ചില ആൾക്കാർക്ക് ആണ് ഈ ഒരു സ്വഭാവം ഉള്ളത്, അത് പിന്നെ പ്രശ്നമല്ല. പക്ഷെ എനിക്ക് വാശിയുണ്ട്, എന്നെ കളിയാക്കിയവരെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാലും ശരി ഞാനിതിൻ്റെ റീച്ച് ചെയ്യാൻ എത്തിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ തുടങ്ങിയ ടൈമിൽ, വീഡിയോ സ്റ്റാർട്ടായപ്പോൾ എനിക്ക് ഒരു എന്തായാലും 100 താഴെയാട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, 100 താഴെ. അപ്പം ഞാൻ എന്നെ കൂടെ പറ്റുമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ ആ 100-ൽ നിന്ന് ഞാനിപ്പോൾ 3.35K സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടായിട്ടോ. അത് ഞാൻ വർക്ക് ചെയ്തത് കൊണ്ടല്ലായത്, അല്ലാതെ ഈ കളിയാക്കിയവർ കാരണമല്ലല്ലോ. അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഇനിയും ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് സക്സസ് ആവാൻ പറ്റും. ഞാൻ ഇപ്പോൾ പിന്നെ അതിലേക്ക് വല്ലാണ്ട് നിൽക്കാതെ, പക്ഷേ എനിക്ക് ക്ലാസ് എല്ലാം കൊണ്ട് എനിക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലാസ്സിൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്കത് ക്ലാസ്സും എനിക്ക് കൊണ്ടുപോകണം. കാരണം നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു റവന്യൂവും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ജോബ് മസ്റ്റാണ്. അപ്പോൾ ജോബിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ആ ക്ലാസ് കഴിയുന്നവരെ ഞാൻ ഇങ്ങനെയൊക്കെ പോകും. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു
ഒരു കാൽക്കുലേഷൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഒന്ന് സക്സസ് ആയി കാണിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പറയാൻ വന്ന കാര്യമൊക്കെ വിട്ടുപോയി, വേറെ എന്തിലേക്കൊക്കെയോ പോയിട്ടോ. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണം എന്ന് കരുതിയൊരു കാര്യമായിട്ടോ അത്. അപ്പം ഞാൻ കരുതി ഇന്നെന്തായാലും അത് പറയാമെന്ന്. കാരണം ഈ കളിയാക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാൻ ഡയറക്റ്റായിട്ട് എനിക്കൊന്നും പറയട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനുള്ളതൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്കത് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ കളിയാക്കുന്നവരോട് ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പറയും, ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിൽ ഞാൻ എത്തുമ്പോൾ ഞാൻ പറയും. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഗൈസ്, വിറ്റാമിൻ ഡിൻ്റെ എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഫസ്റ്റ് ഈ കയ്യിലാണ് പ്രശ്നമെങ്കിൽ ഇപ്പം എനിക്ക് ഈ കയ്യിൽ പ്രശ്നമുണ്ട്, എൻ്റെ കാലിൽ പ്രശ്നമുണ്ട്, എൻ്റെ ബാക്കിന് പ്രശ്നമുണ്ട്, ഫുൾ പ്രശ്നം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി. കണ്ടില്ല, ഇതൊക്കെ ഇവിടെയൊക്കെ കുറേ ഹെയർ പോയിട്ടോ. കുറേ ഹെയർ പോയി തുടങ്ങി. മുടി തൊടാൻ പറ്റില്ല, തൊട്ടാൽ മുടി കൊഴിയും. പിന്നെ റൂമിൽ നിന്നൊക്കെ മുടി വാരിക്കഴിഞ്ഞാൽ നിലം മൊത്തം മുടിയായിരിക്കും കേട്ടോ. മുടി കൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കും. ഫുഡ് ഉണ്ടാക്കിയ ഫുഡിൽ വരെ മുടിയാട്ടോ. എന്നിട്ട് ഇത് അറിയുന്നതിനൊക്കെ മുമ്പ് ഹസ്ബൻഡ് നാട്ടിൽ വന്നവർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിറച്ചും മുടിയായിരിക്കും കേട്ടോ. നിറച്ച് മീൻസ് എന്തായാലും ഒരു മുടി കിട്ടാതിരിക്കില്ല. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും, ഒരു വൃത്തിയില്ല, അങ്ങനെ മുടി വലിച്ചു വാരിട്ടിട്ടാണ് അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ വേറെ നിവൃത്തിയില്ല, എൻ്റെ മുടി കൊഴിഞ്ഞു തൊടാൻ പറ്റില്ല, തൊട്ട കൊഴിയും. മീൻസ് ഷാളിട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും മുടി കൊഴിഞ്ഞു പോയി തുടങ്ങും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഈ വിറ്റാമിൻ ഡിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ, കാരണം ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ അതിനെപ്പറ്റി വല്ല ബോധവുമില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം വിചാരിച്ച പോലത്തെ 1-2 പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ. എന്തിനാ ഡിപ്രഷൻ അടിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. വെറുതെ ഒരു നാലാഴ്ച കൂട്ടി ഇങ്ങനെ ടെൻഷനായി ഓവർ തിങ്കിനേക്കാൾ ഓവർ തിങ്ക് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു അറ്റല്ലാതെടുത്ത് ഞാൻ എത്തും കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഒരു മൈൻഡ്, ഒരു മടി, അങ്ങനെ മടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു തളർച്ച, ഒരു സ്ഥലത്ത് ഇരുന്നാവൊക്കെ ഇരിക്കുക. പിന്നെ അതെന്താണെന്നറിയോ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പം എണീക്കേണ്ടി വന്നാലേ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തലകറക്കമായിരിക്കും കേട്ടോ. ഒന്നും അറിയില്ല, ഇങ്ങനെ ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് എവിടേക്കോ പോയെത്തും. ഒരു തലക്കൊരു വെയിറ്റ് ഉള്ള പോലെ കേട്ടോ. എന്താ നമുക്കൊരു ബാലൻസ് കിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പോൾ ഒരു സംഭവം. അപ്പം എന്താ അതൊക്കെ ഈ ഒരു വിറ്റാമിൻ ഡിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നമാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം എന്തായാലും ഇതൊക്കെ സെറ്റാക്കണം. ഫുഡ് ഇപ്പം ഞാൻ കൺട്രോൾ ചെയ്ത് തുടങ്ങി കേട്ടോ. മീൻസ് കുറച്ച് ഫുഡൊക്കെ ആഡ് ചെയ്തു ഞാൻ. മറ്റേത് ഞാൻ വെറും ചോറ് കഴിക്കും, ചോറ് അങ്ങനെ കഴിക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ, മത്തി, അങ്ങനത്തെ ചെറിയ ചെറിയ മീനൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം മീൻ, ചീര, പിന്നെ മുട്ട കഴിക്കും. മുട്ട ആദ്യം ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീച്ചാൽ മുട്ട കഴിക്കും. ഇപ്പം 2 ദിവസമായിട്ട് കഴിക്കില്ല, അത് വേറെ കാര്യം. ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. എന്തായാലും ഇനി തുടങ്ങും. പിന്നെ പാൽ കുടിക്കുന്നതല്ല, പാൽ എനിക്ക് ഇഷ്ടം, കുടിച്ചാൽ പെട്ടെന്ന് കഫക്കെട്ട് വരും, അതുകൊണ്ട് ഞാൻ പാൽ കുടിക്കുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ, പിന്നെ ഞാൻ മുത്താരി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മുത്താരി ഇപ്പോൾ കുറുക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാൽസ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ അതും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ വിറ്റാമിൻ ഡി മാത്രമല്ല പലവിധ അസുഖങ്ങളും വേറെയും വരും കേട്ടോ. വെള്ളം കുടിക്കാനും മടിച്ചികൾക്കുള്ള അവാർഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്കായിരിക്കും. എൻ്റെ അമ്മോ, വെള്ളം കുടിക്കുക എത്രയും മടിയാന്ന് വെച്ചാൽ അത്രയും മടി കേട്ടോ. പക്ഷേ ഇടയ്ക്കൊരു ബോധതയും വരും കേട്ടോ. ഇന്ന് മുതൽ നല്ല വെള്ളം കുടിക്കണം, നല്ല ഹെൽത്തൊക്കെ നോക്കാൻ പറയാം. അന്ന് ഫുൾ വെള്ളം കുടിയായിരിക്കും. പിന്നെ ഞാൻ വെള്ളം കുടി നിർത്തും. അതാണ് എൻ്റെ മെയിൻ സംഭവം. പിന്നെ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞാൽ കുറേ ബോട്ടിൽസൊക്കെ വാങ്ങിക്കും. ഒരു ആവശ്യമില്ല. ആ ബോട്ടിൽ വാങ്ങി 2 ദിവസം വെള്ളം കുടിക്കും. പിന്നെ തലമാറില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ കളിക്കുന്നുണ്ടാവും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വിറ്റാമിൻ ഡി, കാൽസ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഹെൽത്തൊക്കെ ഒന്ന് ശരിക്കും നോക്കുക. കാരണം ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കൾച്ചറാണ് എല്ലാത്തിനുള്ള പ്രശ്നം. കാരണം പണ്ടുള്ളവർക്കൊന്നും ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഉമ്മാമ, ഉപ്പാപ്പ അങ്ങനത്തെവർക്കൊന്നും അങ്ങനെ വലിയ വലിയ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോ ഫുഡ് അത്ര ക്ലിയർ ആൻഡ് നീറ്റ് ആയിരുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല, അതുകൊണ്ട് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഈ ഓയിലി ഫുഡല്ലാത്ത സാധനം കഴിക്കൂല, പൊരിച്ചതും കരിച്ചതല്ലാതെ തിന്നൂല, ബേക്കറി അല്ലാതെ പിന്നെ കൊടുക്കൂല ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് ഇത്രയും പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, അതെനിക്ക് പറയാനുള്ളൂ കേട്ടോ ഗൈസ്.
അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ. ഞാൻ ഇന്നാട്ടോ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്ന സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസ് ഇവിടെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, യൂട്യൂബ് തുടങ്ങണം അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തുടങ്ങിക്കോ. ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് തുടങ്ങിയല്ലേ. കളിയാക്കലുകളൊക്കെ കിട്ടും, ഒരു സൈഡിൽ കൂടെ അങ്ങ് വിട്ടേക്കുക. ഈ സൈഡിൽ കൂടെ നമ്മളെ വർക്കൊക്കെ നടത്തിക്കോളാം. കാരണം ഈ സൈഡിൽ സക്സസ് ഉണ്ടാവും, പേടിക്കണ്ട. എപ്പോഴെങ്കിലും ഒരു സക്സസ് വരും. അടുത്തൊന്നും വന്നില്ലെങ്കിലും വരും, വരാതിരിക്കൂല. എന്തായാലും നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളായ രീതിയിൽ യൂസ്ഫുൾ ആക്കുക. അപ്പം നമുക്ക് സക്സസ് ആവാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.